ഹായ് ഫ്രണ്ട്സ്, A2Z ഫാരിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ ഈസിയും സിമ്പിളുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് ആൻഡ് നട്ട്സ് പായസം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് 3 ബ്രെഡും 20 കാഷ്യൂനട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്നും പൊടിച്ചെടുക്കാം. ആ പൊടിക്കുന്ന സമയത്ത് നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബ്രെഡും നട്ട്സും കൂടി പൊടിച്ചിട്ടുണ്ട്. ഈ നട്ട്സ് ഈ ബ്രെഡിലേക്കും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചൂടായ ഗീയിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ 1 ലിറ്റർ പാലിലാണ് കാണിക്കുന്നത്. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചെടുക്കാം. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ അമ്മായിയാണ്, സെബ്രി അമ്മായി. സെബ്രി അമ്മായിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ 1 ലിറ്റർ പാലിൽ നമുക്കൊരു 1/2 ടീന് മിൽക്ക് മെയ്ഡ് മതിയാവും. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ 1/2 ടീൻ മിൽക്ക് മെയ്ഡ് മാത്രം ഒഴിച്ചെടുത്താൽ മതി. അതല്ല കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചെടുക്കാം. വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി. അതില്ലാതും നല്ല ടേസ്റ്റ് ഉണ്ട്. അതില്ലാതും ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാനില എസൻസ് ഒഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണിത്. നിങ്ങൾക്ക് ഇത്തിരി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ 1 ലിറ്റർ പാൽ അതിലൊന്നിച്ച് 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് പാൽ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. തണുത്തതിന് ശേഷം നിങ്ങൾക്ക് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 ഗ്ലാസ് പാല് ഒന്ന് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. ചൂടോട് കുടിക്കുന്നതിനേക്കാൾ തണുത്തപ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. പിന്നെ ഓരോരാളുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും. ഇത് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടും സെർവ് ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.